ലൈവ് ന്യൂസ് പുതുക്കാട്. ഈ ആളുകളൊക്കെ തന്നെ CPIയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. TN പ്രതാപനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ബാബുരാജിന് നൽകാനുള്ള മുഴുവൻ പണം പാർട്ടി നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഓഫീസ് അടിയന്തരമായി DCC പ്രസിഡന്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ പുതുക്കാട് മണ്ഡലത്തിലെ ബൂത്ത് പ്രസിഡന്റുമാരെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെയുള്ള ചില നേതാക്കന്മാർ പറയുന്നത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആ നവകേരള സദസ്സിന് വേണ്ട എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുകയും വൻ തുക സംഭാവനയായി കൊടുക്കുകയും ചെയ്തു. അരി കുംഭകോണവും അതുപോലെ തന്നെ ഗോതമ്പ് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കേസുകളുണ്ടായിരുന്നതാണ്. KPCCയുടെ വെബ്സൈറ്റിൽ അടിച്ചാൽ ഈ ബൂത്ത് പ്രസിഡന്റുമാര് 10 ബൂത്ത് പ്രസിഡന്റുമാരായിട്ടുണ്ട്. ഇപ്പൊ ഇവര് ഷോളിട്ട് തീരുമാനിച്ച ആളുകള് ആരുമില്ല. ലൈവ് ന്യൂസ് പുതുക്കാട്. ഇതോടൊപ്പം ഇവിടെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പുതുക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് വർഷങ്ങൾക്ക് മുൻപ് പാർട്ടി പ്രവർത്തകരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും സംഭാവന വാങ്ങി ആ സംഭാവന തുക കൊണ്ട് വാങ്ങിച്ച ഓഫീസ് ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അന്നത്തെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ KM ബാബുരാജിൻ്റെ സ്വന്തം പേരിലാണ് അദ്ദേഹം അത് രജിസ്റ്റർ ചെയ്തത്. ഈ പണം മുഴുവൻ പാർട്ടി നൽകിയിട്ടും അത് പാർട്ടിയുടെ പേരിലാക്കാനുള്ള സന്നദ്ധത കാണിക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടി പ്രവർത്തകർ KPCCക്ക് പരാതി നൽകുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ KPCCയുടെ വൈസ് പ്രസിഡന്റും ഒരു ജനറൽ സെക്രട്ടറിയും ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും കണക്കുകളും മറ്റും പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബാബുരാജിന് നൽകാനുള്ള മുഴുവൻ പണം പാർട്ടി നൽകിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി ഓഫീസ് അടിയന്തരമായി DCC പ്രസിഡന്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചതാണ്. പക്ഷേ ഇതുവരെയായിട്ടും ആ തീരുമാനം നടപ്പിലാക്കിയിട്ടില്ല. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ തൃശ്ശൂരിൽ കൺവെൻഷന് വന്ന സമയത്ത് അത് വളരെ പരസ്യമായി തന്നെ ഈ പാർട്ടി ഓഫീസ് അടിയന്തരമായി വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിൻ്റെ ധിക്കാരപരമായ നടപടിക്ക് യാതൊരു ശമനവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് പാർട്ടിയിലെ തന്നെ ചില നേതാക്കളെ സ്വാധീനിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് എന്നാണ് ആത്മാർത്ഥതയുള്ള കോൺഗ്രസ് പ്രവർത്തകർ വിശ്വസിക്കുന്നത്. അതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൂത്ത് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ തന്നെ തൃശ്ശൂരിൽ പങ്കെടുത്തുകൊണ്ട് ബൂത്ത് പ്രസിഡന്റുമാർക്കുള്ള ഐഡന്റിറ്റി കാർഡുകൾ വിതരണം ചെയ്തതാണ്. ആ വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് നടത്തി ബൂത്ത് പ്രസിഡന്റുമാരെ തെരഞ്ഞെടുക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിൻ്റെ പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ MP വിൻസെന്റ്, ജോസഫ് ടാജറ്റ് അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് നടത്താൻ. അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തിയ പുതുക്കാട് മണ്ഡലത്തിലെ ബൂത്ത് പ്രസിഡന്റുമാരെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെയുള്ള ചില നേതാക്കന്മാർ പറയുന്നത്. മാത്രമല്ല, സമാന്തരമായി പാർട്ടി വിരുദ്ധമായി അവർ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ട് അത്തരം വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക്, പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നാണ് പാർട്ടിയിലെ പ്രവർത്തകർ KPCC നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ പാർട്ടി തീരുമാനങ്ങൾ നിരന്തരമായി ലംഘിക്കുക എന്നുള്ളത് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. നവകേരള സദസ്സ്, കേരളത്തിലെ UDF ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ നിന്നും നവകേരള സദസ്സിന് സംഭാവന നൽകരുത് എന്നുള്ള തീരുമാനം നിലവിലിരിക്കെ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ആ നവകേരള സദസ്സിന് വേണ്ട എല്ലാ സഹായങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കുകയും വൻ തുക സംഭാവനയായി കൊടുക്കുകയും ചെയ്തു. ഇതിനെതിരെ പാർട്ടിയിലെ പ്രവർത്തകർ വലിയ അമർഷത്തിലാണ്. പക്ഷേ ഇത് ബാബുരാജിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ നിരവധി വർഷങ്ങളിലെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനത്തോടൊപ്പം തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അരി കുംഭകോണവും അതുപോലെ തന്നെ ഗോതമ്പ് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി കേസുകളുണ്ടായിരുന്നതാണ്. ആ സമയങ്ങളിലൊക്കെ അന്ന് ആ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന
CPIയുടെ വലിയ സഹായം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ഈ ആളുകളൊക്കെ തന്നെ CPIയെ സഹായിക്കുന്ന ഒരു നിലപാടാണ് കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. ലീഡർ ശ്രീ K. കരുണാകരൻ ഇവിടെ മത്സരിച്ചിരുന്ന സമയത്ത് പോലും അന്ന് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് ലീഡറെ പരാജയപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദിത്വം പോലുമുള്ള ആളുകളാണ് ഇപ്പോൾ TN പ്രതാപനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായ തെളിവുകൾ ഈ നിയോജക മണ്ഡലത്തിലെ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ഏത് ഭാഗത്തു നിന്നും ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇവരുടെ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകരുടെ പരസ്യ പ്രതികരണങ്ങളും രഹസ്യ പ്രവർത്തനങ്ങളും ഒക്കെ പരിശോധിച്ചാൽ പാർട്ടിക്ക് നേതൃത്വത്തിന് കാണാൻ കഴിയുന്നതാണ്. അതിനെ സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ടുകളും കൃത്യമായ തെളിവുകളടക്കമുള്ള റിപ്പോർട്ടുകൾ ഞങ്ങൾ KPCCക്കും DCCക്കും സമർപ്പിക്കുന്നതാണ്. ഇവരോട് പലതവണ DCC പ്രസിഡന്റ്, DCC വൈസ് പ്രസിഡന്റ്, ഉത്തരവാദപ്പെട്ട KPCയുടെ ഭാരവാഹികൾ ഇവരൊക്കെ മാറി മാറി പറഞ്ഞിട്ടും ഇവരാരും കൂട്ടാക്കിയിരുന്നില്ല ബൂത്ത് യോഗം കൂടാനായിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതുക്കാട് മണ്ഡലത്തിലെ ചാർജ് DCC സെക്രട്ടറിയായ എനിക്ക് ഉടൻ തന്നെ അവിടെ ബൂത്ത് യോഗങ്ങൾ നടത്തി റിപ്പോർട്ട് തരാൻ പറഞ്ഞു. ആ കമ്മിറ്റി ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞാൻ കമ്മിറ്റി കൂടി 10 ബൂത്തോളം കമ്മിറ്റി കൂടി 19 ബൂത്താണ് മൊത്തമുള്ളത്. 10 ബൂത്തോളം കമ്മിറ്റി കൂടി ആ ബൂത്ത് കമ്മിറ്റി ഉണ്ടാക്കിയ മിനിറ്റ്സ് ബുക്ക് അടക്കം DCC പ്രസിഡന്റിനെ ഏൽപ്പിക്കുകയും ഫോട്ടോ അതിൻ്റെ എല്ലാ രേഖകളും കൊടുത്ത് ഒരു ബൂത്തിൽ നിന്ന് കൊടുക്കേണ്ട ഫണ്ട് പോലും DCCനെ ഏൽപ്പിച്ചു 10 ബൂത്തിൻ്റെ. അങ്ങനെയാണ് ഈ ബൂത്ത്. പിന്നെ ACC പ്രസിഡന്റ് വരുന്ന ആ പരിപാടിയിൽ ഐഡൻറ്റി കാർഡ് കൊടുക്കുകയാണ് ഈ ബൂത്ത് പ്രസിഡന്റുമാർക്ക്. അതുമായി ബന്ധപ്പെട്ടാണ് അത്യാവശ്യമായി എല്ലാ മണ്ഡലങ്ങളിലും ബൂത്ത് യോഗങ്ങൾ നടക്കാനായിട്ട് DCC KPC നിർദ്ദേശം ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ചിട്ടുള്ള ആളുകളാണ് KPCC, DCC, AICC അംഗീകരിച്ച ബൂത്ത് പ്രസിഡന്റുമാരാണ് അവരംഗീകരിക്കില്ല എന്നാണ് മണ്ഡലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പറയുന്നത്. അപ്പോൾ അത് KPCCയുടെ വെബ്സൈറ്റിൽ അടിച്ചാൽ ഈ ബൂത്ത് പ്രസിഡന്റുമാർ ഈ 10 ബൂത്ത് പ്രസിഡന്റുമാരായിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഷോളിട്ട് തീരുമാനിച്ച ആളുകൾ ആരുമില്ല. അങ്ങനെയൊക്കെയാണ് ഈ പാർട്ടി പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെ ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടിയാണ് നിലനിൽക്കുന്നത്. ഇവിടെ പാർട്ടി ഉണ്ടാവണം, അല്ലാതെ പാർട്ടി വിഭാഗിത ഉണ്ടാക്കാനല്ല ഞങ്ങൾ നോക്കണേ. ഞങ്ങൾ പാർട്ടി ഇവിടെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരിവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 809039 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.